പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് ഇന്ത്യ ലൈവിലുണ്ട്. നിങ്ങൾ ഒരുപാട് പേർ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് വക്കീലിനെ കൊണ്ടുവരാത്തത് എന്ന്. ഒരുപാട് പേര് എൻ്റെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ കൊണ്ടുവരണം. കാരണം പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന മുഖമാണ്. കാരണം അവർക്ക് അങ്ങയുടെ ചാനൽ ചർച്ചകൾ സാഗൂതം കാണുന്ന അതൊരു അക്കാഡമിക് കൂടിയാണ്, രാഷ്ട്രീയം മാത്രമല്ല. അങ്ങനൊരു ഇമേജ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആളാണ് ശങ്കു വക്കീൽ. അപ്പോൾ ഏതായാലും ഇന്ത്യ ലൈവിലേക്ക് വന്നതിൽ സന്തോഷം. താങ്ക് യു. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെട്ടെന്ന് വന്നത് നമ്മുടെ മുൻ പോലീസ് മേധാവിയായിരുന്ന TP സെൻകുമാർ സാർ. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അങ്ങ് കണ്ടല്ലോ. അതിനകത്ത് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് പോലീസ് പാലിക്കേണ്ടുന്ന നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ്. ഇമെയിലായിട്ട് പരാതി കിട്ടി, അതവർ കൗണ്ടർ സൈൻ ചെയ്തിട്ടില്ല, വൈദ്യപരിശോധന നടത്തിയിട്ടില്ല. ഇത്തരം പ്രൊസീജിയറൽ ഇറഗുലാരിറ്റീസ് ഒരുപാടുണ്ട്. സത്യത്തിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാനും ഒരുപക്ഷെ റിമാൻഡ് ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനകത്ത് വല്ല കാര്യമുണ്ടോ? നോക്കൂ, അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് സാങ്കേതികതയാണ് പറയുന്നത്, ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസാണ് പറയുന്നത്. അതായത് ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതിക്കാരിയെ വിളിച്ചു വരുത്തി ആ പരാതിയുടെ നിജസ്ഥിതി അന്വേഷിക്കണം. ആ പരാതിയിൽ അവർ ഒപ്പിട്ടിട്ടില്ല, അത് ഇമെയിലായിട്ട് അയച്ചിട്ടുള്ള പരാതിയാണ്, അവരുടെ മൊഴി എടുത്തിട്ടില്ല, അവരുടെ വൈദ്യപരിശോധന നടത്തിയിട്ടില്ല, തുടങ്ങിയിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ശരിയാണ്. സാധാരണഗതിയിലാണെങ്കിൽ ഒരു സിറ്റിംഗ് MLA-ക്കെതിരെ ഒരു പരാതി വന്ന സാഹചര്യത്തിൽ പോലീസ് ഇത്തരത്തിൽ ഫൗൾ പ്രൂഫായിട്ട് നടപടിക്രമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലുള്ള വ്യത്യാസം, അയാൾ ഒരു റിപ്പീറ്റഡ് ഒഫൻഡർ ആണ് എന്നുള്ളതാണ്. ഇത് ആദ്യത്തെ ഒഫൻസ് അല്ല അദ്ദേഹത്തിനെതിരെ, ഇത് മൂന്നാമത്തെ പരാതിയാണ്. ഈ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചത് ഇപ്പോൾ അറസ്റ്റ് ചെയ്തപ്പോഴല്ല, കഴിഞ്ഞ തവണ അറസ്റ്റ് ചെയ്യാതിരുന്നപ്പോഴാണ്. കാരണം പോലീസിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ആമ്പിൾ ആയിട്ടുള്ള ടൈമും ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, സമയം ധാരാളം ഉണ്ടായിരുന്നു. ഇയാൾ ഒളിവിലാണ്, ബാംഗ്ലൂരിലാണ്, മറ്റേ സത്യമംഗലം കാട്ടിലാണ്, അവിടെയാണ്, ഇവിടെയാണ്. പോലീസിന്റെ മൂക്കിന്റെ കീഴിൽ നിന്നാണ് അദ്ദേഹം പോകുന്നത്. ആദ്യത്തെ പരാതി ഉണ്ടാവുന്നു. ആദ്യത്തെ പരാതിയിൽ ഇവർ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ മുൻകൂർ ജാമ്യം എത്രാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് പറയുന്നു. പക്ഷെ രണ്ടാമത്തെ കംപ്ലൈന്റിൽ അപ്പോഴും അറസ്റ്റ് ചെയ്യായിരുന്നു. രണ്ടാമത്തെ ഈ അതിജീവിത വന്നിട്ട് മുഖ്യമന്ത്രിക്ക് ഓഫീസിൽ പരാതി കൊടുക്കുന്ന സമയത്ത് ഇദ്ദേഹം പാലക്കാട് ഉണ്ട്, അദ്ദേഹം പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. പോലീസിന് വളരെ കൃത്യമായിട്ട് അറിയാം. അതായത് ഫസ്റ്റ് വിക്ടിം വന്ന് കംപ്ലൈന്റ് കൊടുക്കുന്നതിന് മുൻപേ തന്നെ ഓൺലൈനിൽ വന്നിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും ശബ്ദ സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലും പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസ് രജിസ്റ്റർ ചെയ്തത് പരാതിക്കാരി മുന്നോട്ട് വരാത്തതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലായിരുന്നു പോലീസ് നിന്നിരുന്നത്. ഒരു പരാതിക്കാരി വരികയും ഈ പറയുന്ന പരാതി സാധൂകരിക്കുകയും ചെയ്യുന്ന നിമിഷത്തിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യായിരുന്നു. പക്ഷേ പോലീസ് അതിൽ വേണ്ടത്ര അവധാനത പുലർത്തിയില്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ കാണാൻ ഒരാൾ വരുന്നത് ഓടിക്കയറി ചെല്ലുകയല്ല ചെയ്യുന്നത്. മുൻകൂറായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനുമതി എടുക്കുന്നുണ്ട്, ഇത്ര മണിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, അവർ വരുന്നത് ഇന്ന കാര്യത്തിനാണെന്ന് അറിയാം, അപ്പോൾ ഇത്ര മണിക്ക് ഇവർ വന്ന് പരാതി കൊടുക്കും, പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ആ സമയത്ത് തന്നെ ഇയാളെ നിരീക്ഷണത്തിൽ നിർത്തണമായിരുന്നു. അതൊന്നും ചെയ്തില്ല. ഇവിടെ പരാതി കിട്ടി FIR രജിസ്റ്റർ ചെയ്ത് 4 മണിക്കൂറിനുള്ളിൽ ഫോർമാലിറ്റി കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഇദ്ദേഹം പിടികിട്ടാത്തൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞു. പിന്നീട് ദിവസങ്ങളോളം പരിശോധനയാണ്. കേരള പോലീസ് ബാംഗ്ലൂരിലേക്ക് പോകുന്നു, മംഗലാപുരത്തേക്ക് പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. രാഹുലിനെ അവിടെ കണ്ടതായി പറയുന്നു. ഇവരെത്തുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് രാഹുൽ അവിടെ നിന്ന് ചാടിപ്പോയതായി പറയുന്നു. ബാംഗ്ലൂരിലെ ഒരു അഭിഭാഷക അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതായി പറയുന്നു. അവരുടെ ഗൂഢസംഘത്തിലേക്ക് കേരള പോലീസിന് കടന്നു ചെല്ലാൻ കഴിയില്ല എന്നുള്ള നിലയിലൊക്കെയുള്ള വാർത്തകൾ വരുന്നു. സത്യത്തിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാണക്കേട് ഉണ്ടായിട്ടുള്ള, അറസ്റ്റ് ചെയ്യാൻ കഴിയാതെ വന്നിട്ടുള്ളൊരു സാഹചര്യമാണ്. അവസാനം ഇത് മതിയാക്കി ഒരു തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായി. അവസാനമാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് കോടതി ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം, ബെയിൽ ആപ്ലിക്കേഷൻ അപ്പോഴും അനുവദിച്ചിട്ടില്ല, ബെയിൽ ആപ്ലിക്കേഷൻ പെൻഡിങ് ആണ്, അത് ഇരിക്കുന്നത് വരെ, ഇതിൻ്റെ മുകളിൽ തീർപ്പാവുന്നത് വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു തീർപ്പ് പറയുന്നത്. സ്വാഭാവികമായിട്ടും പോലീസ് എന്താ ചെയ്യുന്നത്? പോലീസ് അവിടെ ഒരു നാണം കെട്ട് നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ പുതിയൊരു പരാതി വരുമ്പോൾ ആ പരാതിയുടെ മുകളിൽ ഇതുവരെ മുൻകൂർ ജാമ്യം കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ള സാധ്യതയാണ് അവിടെ ഉപയോഗിക്കുന്നത്. മറ്റ് 2 പരാതികളിലും മുൻകൂർ ജാമ്യം ഉണ്ട്. മൂന്നാമത്തെ കംപ്ലൈൻറ്റിൻ്റെ മുകളിൽ അയാൾക്ക് നോ അറസ്റ്റ് എന്ന് പറയുന്ന ഓർഡർ ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുഖം രക്ഷിക്കുക. ഞങ്ങൾ അടിയന്തരമായിട്ട് ഒരു സംശയം ചോദിക്കട്ടെ, ഈ കേവലം മുഖം രക്ഷിക്കൽ മാത്രമാണോ? കാരണം അതിനകത്ത് വേറൊരു സംഭവം നോക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പ് തന്ത്രി അറസ്റ്റ് ചെയ്തു. തന്ത്രി അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് സുപ്രീം കോടതിയിൽ നമ്മുടെ ദേവസ്വം ബോർഡ് മെമ്പറായ ശങ്കർദാസ് പോയിട്ട് സുപ്രീം കോടതി അദ്ദേഹത്തിനെതിരെ കുറെ പരാമർശങ്ങൾ നടത്തി. എന്നിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല, പത്മകുമാറിൽ നിർത്തി. അത് സുപ്രീം കോടതിയുടെ പരാമർശം ചർച്ചയായി വരുന്നതിന് തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ വലിയ തോതിൽ ഇവോൾവ് ചെയ്ത് വരുന്നതിന് തൊട്ട് മുമ്പ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു. ശങ്കർദാസിന്റെ ഇഷ്യൂ മുങ്ങി. തന്ത്രിയെ അറസ്റ്റ് ചെയ്തിട്ട് തന്ത്രി അനുജ്ഞ കൊടുത്തതുമായി ബന്ധപ്പെട്ട ഒരാചാരം പാലിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞത്. അങ്ങനെ ഒരു കേസ് നീക്കുമോ? അതിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ ചർച്ചയാവാതിരിക്കാൻ ഉടൻ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നു എന്നൊരു ഭാഷ്യമുണ്ട്.
നമുക്ക് തന്ത്രി അറസ്റ്റ് ചെയ്തിട്ടുള്ള അനുജ്ഞ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മാത്രമല്ല, തന്ത്രി അറസ്റ്റ് ചെയ്യുന്നതിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ 4 കാരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ ബേസിക്കലി തന്ത്രിക്കെതിരെയുള്ള അലിഗേഷൻ എന്ന് പറയുന്നത് ക്രിമിനൽ ഒമിഷൻ തന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. അതായത് തന്ത്രി എന്നുള്ള പദവിയിൽ ഇരിക്കുന്ന, ചുമതലയിൽ ഇരിക്കുന്ന ഒരാൾ നിർവഹിക്കേണ്ടതായിട്ടുള്ള നിയമപരമോ ധാർമ്മികമോ ആയിട്ടുള്ള കർത്തവ്യങ്ങൾ അദ്ദേഹം നിർവഹിക്കാതെ വന്നതിനാൽ അവിടെ ഇത്രയും വലിയൊരു ക്രമക്കേട് നടന്നു. അത് അദ്ദേഹത്തിന് വേണമെങ്കിൽ തടയാമായിരുന്നു. അദ്ദേഹം അത് തടയാതെ ഇവർക്കിത് നടത്താനുള്ള മൗനാനുവാദം കൊടുത്തത് കൊണ്ടാണ് ഇത്രയും വലിയ അൺലോഫുൾ ഗെയിൻ ഇവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്. ക്ഷേത്രത്തിന് വലിയ നഷ്ടം സംഭവിച്ചതെന്നുള്ളതാണ്. ഇവിടെ പോലീസ് എല്ലാ കാര്യത്തിലും സ്വതന്ത്രമായി നിഷ്പക്ഷമായി നിയമം മാത്രം നിർവഹിച്ചാണ് പ്രവർത്തിക്കുന്നുള്ള അഭിപ്രായം എനിക്കില്ല. പോലീസിനെ നയിക്കുന്നത് ആഭ്യന്തര വകുപ്പാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയിലിരിക്കുന്ന സർക്കാർ, ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാരാണ്. CPM-ൻ്റെയും ഇടതുപക്ഷ മുന്നണിയുടെയും താല്പര്യങ്ങൾ എപ്പോഴും പോലീസിൻ്റെ മുകളിൽ ഇമ്പോസ് ചെയ്യപ്പെടുന്നുണ്ട്. അവരുടെ താല്പര്യപ്രകാരം തന്നെയാണ് പല സമയങ്ങളിലും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ അറസ്റ്റിൻ്റെ ടൈമിങ്ങുകളും ഓർഡറും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ തന്ത്രിയുടെ തന്ത്രി അറസ്റ്റ് ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. തന്ത്രി ഒരിക്കലും അറസ്റ്റ് ചെയ്യരുത്, തന്ത്രി കുറ്റക്കാരനാണെങ്കിലും തന്ത്രി അറസ്റ്റ് ചെയ്യാതെ സംരക്ഷിക്കണമെന്നൊന്നും പറയുന്നില്ല. തന്ത്രി അതിൽ എന്തെങ്കിലും നിലയ്ക്ക് അപരാധിയാണെങ്കിൽ 100% അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടണം, അദ്ദേഹം ശിക്ഷിക്കപ്പെടണം, മാതൃകാപരമായി തന്നെ ശിക്ഷിക്കപ്പെടണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കാവൽക്കാരൻ വെക്കുന്നതിന് ഇരട്ടി ശിക്ഷയാണ്. സാധാരണ ഒരാൾ മോഷണം നടത്തുന്ന പോലെയല്ല. ഒരു കാവൽക്കാരൻ അത് സംരക്ഷിക്കാനുള്ള ചുമതലയുണ്ടായിരുന്ന ആളത് ചെയ്യുമ്പോൾ അവിടെ 2 കുറ്റമുണ്ട്. ഒന്ന് കളവുണ്ട്, 2 അവിടെ വിശ്വാസവഞ്ചനയുണ്ട്. അദ്ദേഹത്തിൻ്റെ മേലെ അർപ്പിതമായിട്ടുള്ള വിശ്വാസം അദ്ദേഹം നിർവഹിച്ചില്ല എന്നുണ്ട്. അയ്യപ്പൻ്റെ പ്രതിപുരുഷനായിട്ടൊക്കെ തന്ത്രിയെ കാണുന്ന, വലിയൊരു ദിവ്യമായിട്ടുള്ള വളരെ പവിത്രമായിട്ടുള്ളൊരു സ്ഥാനമായി തന്ത്രിയെ കാണുന്ന ഒരു വലിയ വിഭാഗം ഇവിടെയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ മാനസികമായ വൈകാരികമായിട്ടുള്ളൊരു പ്രശ്നം കൂടിയാണ് തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. തന്ത്രി സമൂഹത്തിൻ്റെ തന്നെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന, വിശ്വാസി സമൂഹം വലിയൊരു പ്രതിസന്ധിയിലാവുന്ന ഒരു കാര്യമാണത്. അങ്ങനെ ഒരു കാരണവശാലും അതിനുള്ളൊരു സാഹചര്യം അദ്ദേഹം സൃഷ്ടിക്കരുതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കടമ, അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള ചുമതല 100% ആത്മാർത്ഥതയോടെയും വിശ്വാസതയോടെയും നിർവഹിക്കണമായിരുന്നു. അതിലെന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. അതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അവിടെയാണ് അതിലത്തെ പ്രശ്നം. പക്ഷേ ഇതിൻ്റെ ഓർഡറാണ് പ്രശ്നം. നിങ്ങൾ ഈ ശബരിമല കേസിലെ ഇൻവെസ്റ്റിഗേഷൻ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, അത് പോയിരുന്നൊരു കോഴ്സ് ഉണ്ട്. ഇപ്പോൾ സെപ്റ്റംബർ 10 കൂടിയിട്ടാണ് ഈ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. 2019 നടന്നിട്ടുള്ള സംഭവമാണ്. 2019 മുതൽ 2025 സെപ്റ്റംബർ വരെ 6 വർഷം ഇത് ആരും അറിഞ്ഞിട്ടില്ല. അവിടെ ഈ പറയുന്ന വലിയ പ്രമുഖരായിട്ടുള്ള ദേവസ്വം ബോർഡ് ഉണ്ട്, അതിന് മുകളിൽ മന്ത്രിയുണ്ട്, ഈ പറയുന്ന തന്ത്രിയുണ്ട്, ഇവരൊക്കെ ഉണ്ടായിട്ടും ഈ കാര്യം ഒരു സിറ്റിംഗ് ജഡ്ജി സദാ നിരീക്ഷണം നടത്തുന്ന സ്ഥലമാണ് ഹൈക്കോടതി, അല്ല ശബരിമല എന്ന് ആലോചിക്കണം. എന്നിട്ട് അതെ, അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദേവസ്വം ബെഞ്ച് എന്ന് പറയുന്ന ഹൈക്കോടതിയുടെ ഒരു എന്താ പറയുക, ഡിവിഷൻ ബെഞ്ച് സദാ മേൽനോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ശബരിമല. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു പരാതിയോ ഒരു പ്രശ്നമോ ഉണ്ടെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ അറിയിക്കാനുള്ള ശേഷിയുണ്ട്. ഇതൊന്നും നടന്നിട്ടില്ല. അവസാനം യാദൃശ്ചികമായിട്ട് അയ്യപ്പ സംഗമം നടക്കുന്ന സമയത്ത് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് കൊടുക്കുന്നു. എന്താണ്? ശബരിമലയിൽ നിന്ന് കോടതിയുടെ അനുമതി ഇല്ലാണ്ട് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയിട്ട് മരാമത്ത് നടത്താൻ വേണ്ടി ചെന്നൈയിലെ സ്മാർട്ട് ക്രാഫ്റ്റ്സ് എന്നൊരു സ്ഥാപനത്തിൽ കൊണ്ടുപോയിട്ട് ക്രമവിരുദ്ധമാണ്, ചട്ടവിരുദ്ധമാണെന്ന് വേണ്ട. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കോടതി വിളിച്ചു വരുത്തി പരിശോധിക്കുന്ന സമയത്താണ് 2019 ഒരു സെർച്ച് മഹസർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ സമയത്താണ് 2019 സമാനമായിട്ടുള്ള രീതിയിൽ സ്വർണം കൊണ്ടുപോയ സമയത്തുള്ള തൂക്കമായിരുന്നില്ല തിരിച്ചു കൊണ്ടുവന്ന സമയത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കോടതിയിൽ ശ്രദ്ധയിൽപ്പെടുന്നതും കോടതി ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിക്കുന്നു. ആ ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിച്ചു തുടങ്ങിയ സമയത്ത് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് മുഴുവൻ ഉദ്യോഗസ്ഥന്മാരാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞിട്ട് ദേവസ്വം ബോർഡ് മെമ്പർമാരിലേക്ക് ആ അറസ്റ്റുകൾ പോയി തുടങ്ങി. അവിടെ കൃത്യമായിട്ടൊരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ ആ കേസിന് വന്നു. കാരണം CPM-ൻ്റെ നോമിനികളായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു തുടങ്ങി. ഉദാഹരണത്തിന് ഇപ്പോൾ എൻ വാസു CPM-ൻ്റെ നേതാവായിരുന്ന ആളാണ്, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്, ഏരിയ ചുമതലയിലിരുന്ന ആളാണ്, മന്ത്രി ഗുരുദാസന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന ആളാണ്, CPM സ്പെഷ്യൽ കമ്മീഷണർ ആക്കിയിട്ടുള്ള ആളാണ്, അല്ല ദേവസ്വം കമ്മീഷണർ ആക്കിയിട്ടുള്ള ആളാണ്. കമ്മീഷണർ സ്ഥാനം കോടതി ഇടപെട്ട് എടുത്തു കളഞ്ഞപ്പോൾ, അതായത് പ്രായപരിധി ലംഘിച്ചു, അതുകൊണ്ട് ആ സ്ഥാനത്തിരിക്കാനുള്ള യോഗ്യത ഇല്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കോടതി അയോഗ്യനാക്കിയ സമയത്ത് അദ്ദേഹം ശബരിമലയിൽ തന്നെ ഉണ്ടാവണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു കമ്മീഷണർ ദേവസ്വം ബോർഡ് മെമ്പറായിട്ട് വരികയാണ്. അതിനുശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുകയാണ്. അപ്പോൾ CPM-ൻ്റെ പൊളിറ്റിക്കൽ നോമിനിയാണ് വാസു എന്ന് പറയുന്ന ആൾ. വാസു അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അതോടുകൂടി കേസ് ഒരു പൊളിറ്റിക്കൽ ടേൺ എടുത്തു. അതിനുശേഷം പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പത്മകുമാർ ആരാണ്? ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഇപ്പോഴും അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല. അദ്ദേഹം മുൻ MLA ആണ്, CPM-ൻ്റെ മുതിർന്ന നേതാവാണ്, സംസ്ഥാന സമ്മേളന പ്രതിനിധിയാണ്. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നു. സ്വാഭാവികമായിട്ട് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ദേവസ്വം ബോർഡിലേക്കും, ദേവസ്വം ബോർഡിൽ നിന്ന് അടുത്തത് മന്ത്രിയിലേക്കും എന്നൊരു സാധ്യത അവിടെ തെളിഞ്ഞു വരികയാണ്. ഒരു ദേവസ്വം ബോർഡ് മെമ്പർ കൂടി അറസ്റ്റ് ചെയ്യപ്പെടാറുണ്ട്. അത് ശങ്കർദാസ് ആണ്. ശങ്കർദാസ് വളരെ പ്രബലനാണ്, വളരെ ഇൻഫ്ലുവൻഷ്യലാണ്. അദ്ദേഹത്തിൻ്റെ മകൻ
കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു IPS ഉദ്യോഗസ്ഥനാണ്. അവിടെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അദ്ദേഹത്തിന് മാത്രം ഒരു ഇളവ് കൊടുക്കുന്നു. അത് വലിയ ചോദ്യം ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെതിരെ ഹൈക്കോടതിയിൽ ഇദ്ദേഹം ജാമ്യ ഹർജി കൊടുക്കുന്നത് തള്ളുന്നു. അതിന് മുകളിൽ ഇദ്ദേഹം സുപ്രീം കോടതിയിൽ പോകുന്നു. സുപ്രീം കോടതിയിൽ പോയിട്ട് ഇദ്ദേഹം ജാമ്യ ഹർജി കൊടുക്കുന്നുണ്ട്. സുപ്രീം കോടതി ഇത് തള്ളി. ദേവന്റെ സ്വത്ത് അപഹരിച്ച ആളുകൾക്ക് അങ്ങനെ നിയമത്തിൽ നിന്ന് സംരക്ഷണം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത്. അങ്ങനെ സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഒരു ഹോസ്റ്റൈലായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ഉണ്ടായി കഴിഞ്ഞാലെങ്കിലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണ്ടേ? അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല. കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല. ഈ KS പ്രശാന്ത്, ഈ പറയുന്ന PS പ്രശാന്ത്, ഈ പറയുന്ന പത്മകുമാറിന് ശേഷം ദേവസ്വം ബോർഡിന്റെ ചുമതലയിൽ ഇരുന്നിട്ടുള്ള ആളാണ്. 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. എന്നാൽ പ്രശാന്തിന്റെ കാലത്താണ് ഈ പറയുന്ന മുൻ 2019 നടത്തിയിട്ടുള്ള തിരിമറി കവറപ്പ് ചെയ്യാൻ വേണ്ടി 2ാമത്തെ സ്വർണ്ണപ്പാളി ഉണ്ടായതെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടിട്ടുണ്ട്. അതായത് 2025 ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഈ ചട്ടലംഘനങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് വീണ്ടും ഈ സ്വർണ്ണപ്പാളി ഇതേ സ്മാർട്ട് ക്രാഫ്റ്റ്സിലേക്ക് ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖാന്തരം കൊടുത്തയക്കുന്നത് യാദൃശ്ചികമായിട്ടല്ല, മുൻപ് നടന്ന തിരിമറി കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷനാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒബ്സർവേഷൻ ഉണ്ട്. അതുണ്ടായിട്ടും ഈ PS പ്രശാന്ത് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല, കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല, ശങ്കർദാസ് ഈ നിമിഷം വരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് എന്തുകൊണ്ട് അറസ്റ്റുകൾ നടക്കുന്നില്ല? പ്രത്യേകിച്ചും ഡിസംബർ 2-ാം തീയതി ബഹുമാനപ്പെട്ട സിംഗിൾ ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ടൊരു ജാമ്യ ഹർജി കേൾക്കുന്ന സമയത്ത് സിംഗിൾ ബെഞ്ച് SITനെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട്. അന്വേഷണം മരവിച്ച അവസ്ഥയിലാണ്, സ്റ്റാഗ്നേറ്റഡ് ആണ് അന്വേഷണം. ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ SIT മരവിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അവർ അന്വേഷണത്തിൽ മുന്നോട്ട് പോകുന്നില്ല, അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്ന് ബഹുമാനപ്പെട്ട സിംഗിൾ ബെഞ്ച് പറയുന്നുണ്ട്. രൂക്ഷമായിട്ടുള്ള വിമർശനം ഉണ്ടാകുന്ന സമയത്താണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ദേവസ്വം ബോർഡിൽ നിന്ന് മന്ത്രിയിലേക്ക് നീങ്ങിയിരുന്ന അന്വേഷണം പെട്ടെന്നൊരു കോഴ്സ് കറക്ഷൻ നടത്തിയിട്ട് ഇങ്ങോട്ട് മാറുകയാണ്. തന്ത്രിയാണ്. തന്ത്രി അതുവരെ സംശയത്തിന്റെ റഡാറിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നില്ല. കോടതിയുടെ ഒബ്സർവേഷനിലൊന്നും അതുവരെ തന്ത്രിക്കെതിരായിട്ടൊരു പരാമർശമില്ല. ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തന്നെ തന്ത്രിയെ മാസങ്ങൾക്ക് മുമ്പ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുള്ളതാണ്. അതിന് ഫോളോ അപ്പ് നടപടികൾ ഉണ്ടായിരുന്നില്ല. അവരുടെ ഭാഗത്തു നിന്നുള്ള മാധ്യമങ്ങൾക്ക് കിട്ടിയിരുന്ന വിവരങ്ങളിലൊന്നും തന്ത്രിയാണ് ഞങ്ങളുടെ അടുത്ത ടാർഗറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു വിവരം ഉണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് തന്ത്രിയിലേക്ക് അറസ്റ്റ് പോയി. തന്ത്രിയിലേക്ക് അറസ്റ്റ് പോകുമ്പോൾ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്നും പ്രതിസന്ധിയിലായി. ഈ ശബരിമല വിഷയം വളരെ ശക്തമായിട്ട് ഏറ്റെടുത്തിരുന്ന ആരാണ്? ഏറ്റവും പ്രധാനമായിട്ട് അത് വിശ്വാസി സമൂഹം തന്നെയാണ്. രാഷ്ട്രീയ സംഘടനകളൊക്കെ പിന്നെയേ ഉള്ളൂ. വിശ്വാസി സമൂഹം അവിടെ വലിയ രോഷത്തിലാണ്. തന്ത്രി തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ വിശ്വാസി സമൂഹം ഒരു ധാർമ്മികമായിട്ടുള്ള പ്രതിസന്ധിയിൽ പെടുകയാണ്. കാരണം അവർക്ക് എന്ത് പറയണം, ആരെ എതിർക്കണം, ആരെ തള്ളണം എന്ന് പറയാൻ കഴിയാത്ത, രാഷ്ട്രീയക്കാർ മോശക്കാരാണെന്ന് പറഞ്ഞിരുന്നിടത്തുനിന്ന് ഈ പറയുന്ന വിശ്വാസി സമൂഹം തന്നെ അതിൽ കുറ്റവാളി ഭാഗത്തേക്ക് വരികയല്ലേ. അപ്പൊ അങ്ങനെ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുക എന്നുള്ളൊരു ബോധപൂർവമായിട്ട് ആളുകൾ അതേക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴാണ് രാഹുലിന്റെ അറസ്റ്റ് വരുന്നത്. രാഹുലിൻ്റെ അറസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടതാണോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം വ്യക്തിപരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആൾ വളരെ നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അദ്ദേഹത്തോട് ഈ പറയുന്ന UDFും LDFും തമ്മിലുള്ളൊരു ഒത്തുകളിയുടെ ഭാഗമായിട്ടാണോ ഈ അറസ്റ്റ് ഇത്രയും വൈകി പോയത്? അതല്ലെങ്കിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ആംപിൾ ഓപ്പർച്യൂണിറ്റി മുന്നേ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതാണ്. കാരണം രാഹുലിൻ്റെ കാര്യം നോക്കി, ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. അതൊരു കാര്യമാണ്. ഇതൊരു ലൈംഗിക പീഡന ആരോപണം മാത്രമല്ല. ഇപ്പൊ ചില സമൂഹ മാധ്യമങ്ങളെ ചിലർ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കോഴിയാണെന്നോ ഒരു ഞരമ്പ് രോഗിയാണെന്നോ ഇങ്ങനെയൊന്നും പറഞ്ഞ് ലളിതവൽക്കരിക്കാവുന്ന ലഘൂകരിക്കാവുന്ന ഒരു പ്രശ്നമാണതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അയാളൊരു സെക്ഷൽ പ്രിഡേറ്ററാണ്. അയാൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു എരപിടിയൻ മനോഭാവത്തോട് നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് സെപ്പറേറ്റ് വേറെ സംസാരിക്കാൻ തോന്നുന്നു.